ഒറ്റ വാക്കിൽ ഓടിച്ചങ്ങ് പറയാം, നേരും ചൊവ്വനും തുണിയെടുക്കാൻ പറ്റിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അന്തസ്സായിട്ട് വഴി കൂടെ നടക്കാൻ പറ്റിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. യോഗ്യമായിട്ട് ജീവിക്കാൻ പഠിച്ചതും പഠിപ്പിച്ചതും സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷം വന്നെങ്കിൽ ഇതൊക്കെ നടക്കൂ. അപ്പോൾ എവിടെയും ഉയർത്താൻ പറ്റുന്ന ഒന്ന് അവൻ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം അന്ന് ധരിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന്. പിന്നീട് സഭയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ വചനം പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. പിന്നെ സുവിശേഷത്തിൻ്റെ വിശേഷത ഞാൻ പറയാറുണ്ട്, സുവിശേഷത്തിൻ്റെ സവിശേഷതയാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. ലൂക്കോസ് ക്രിസ്തുവേശു സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലകളിൽ യേശുവിനെ തെളിയിച്ചു. മർക്കോസ് യേശുവിൻ്റെ ദാസ രൂപത്തെ നന്നായിട്ട് വെളിപ്പെടുത്തി. ഇതിനെല്ലാം വ്യത്യസ്തമാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി. അപ്പോൾ മത്തായി യേശു രാജാതിരാജാവാണ് എന്നാണ് തെളിയിച്ചത്, വിവരിക്കുന്നില്ല. ലൂക്കോസ് ക്രിസ്തുവേശു സമ്പൂർണ്ണ മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. അതാ ആ 19ന്റെ 10 കിടക്കുന്നത് കാണാതെ പോയ, വായിച്ച 19ന്റെ 10 ബിജുപാസ്റ്റേ 19:10 ലൂക്കോസ് 19ന്റെ 10. അതാ ആ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവിടെ മനുഷ്യപുത്രൻ, അവൻ നല്ലൊരു മനുഷ്യൻ, യോഗ്യനായ മനുഷ്യൻ, ഉന്നതനായ മനുഷ്യൻ, മഹിമയുള്ള മനുഷ്യൻ, ആർദ്രതയുള്ള മനുഷ്യൻ. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ നല്ല മനുഷ്യ രൂപത്തെ ലൂക്കോസ് വെളിപ്പെടുത്തി. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഇനി യേശു ക്രിസ്തുവിന്റെ വേറൊരു വിശേഷത, ഈ ഭൂമിയിൽ താന് 33 വർഷം തൻ്റെ മഹിമയുള്ള ജീവിതമായിരുന്നു. ആ ജീവിച്ചപ്പോഴെല്ലാം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് തെളിയിച്ചാ പോയത്. അല്ലാതെ ചത്ത് കഴിഞ്ഞേച്ചല്ല ദൈവമായത്, ജീവിച്ചിരുന്നപ്പോഴേ ദൈവമാണ് തെളിയിച്ചു. ഇപ്പം എല്ലാം ദൈവം കളിക്കുന്നവരുണ്ട്, ആണും പെണ്ണും എല്ലാം ദൈവം കളിക്കുക. ചത്ത് കഴിയുമ്പോഴാണ് ജനത്തെ ദൈവമാക്കുന്നത്. ചിലതിപ്പം ജീവിച്ചിരിക്കുമ്പോഴും ദൈവം കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ വരെ ദൈവം കളിക്കുന്നത്. അതെ, നമ്മുടെ വിഷയം അതല്ല. കാരണം പറയാറുന്ന നാളെയൊക്കെ യോഗം ഉള്ളത് കൊണ്ടാണ്. ഇന്നുകൊണ്ട് ഈ യോഗം അങ്ങ് പിരിച്ചുവിടുകാരെന്നെ പറഞ്ഞ് ഞാനും പോയാനും നിങ്ങളുമൊക്കെ മിക്കവാറും പോയാനും. അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് തെളിയിച്ചു. 1-2 തെളിവ് തരാം. ഈ സാക്ഷിക്കാരെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ പുത്തൂരുണ്ടെന്ന് അറിയത്തില്ല. സാക്ഷിക്കാര് തെളിക്കണ്ട, സാക്ഷിക്കാർ. അപ്പം അവർ പറയുന്ന യേശു ദൈവമല്ലെന്നാ. ഏതെങ്കിലും സാക്ഷി ഇതിനകത്തുണ്ടെങ്കിൽ സാക്ഷിക്ക് 1-2 വാക്യം തരാം. അമ്മയിരിക്കുകയായിരിക്കും ഇതിനിടെ സാക്ഷി. അപ്പോൾ അവർ പറയുന്ന യേശു ദൈവം അല്ലെന്നാ. യേശു ക്രിസ്തു ആ ദൈവം. അതിന് 1-2 തെളിവ്. തോമാസ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശു ക്രിസ്തു ദൈവമാണ്. കൂടെ നടന്ന ആളാ പറഞ്ഞത്. നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളെ പറ്റി പറയുന്ന ഒന്നും ചില പറയത്തില്ല. പക്ഷേ ഞാൻ പുള്ളിയുടെ കൂടെ 5-8-10 കൊല്ലമല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പം അതുകൊണ്ട് ആരോടും ചോദിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാ കൂടെ നടന്ന ആ തോമാസ് പറഞ്ഞത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും തത്തുല്യമായ ഒരു പ്രയോഗമായിട്ടിരിക്കുന്നത് യോഹന്നാൻ. അത് മാറോട് ചേർന്നിരുന്ന പുള്ളിയാ. വായിച്ച 5:20. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കണ്ടോ, മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയുക അവൻ സത്യദൈവവും നിത്യജീവനുമാണ്.